ഉക്രൈനിൽ 13 ഭാരതീയ നാവികർ കുടുങ്ങിക്കിടക്കുന്നു. ഉക്രൈനിലെ തുറമുഖത്താണ് കപ്പൽ കുടുങ്ങിയത്. MV AMIR-1 എന്ന കപ്പലാണ് കുടുങ്ങിക്കിടക്കുന്നത്. നാവികരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, ഉക്രൈനിലാണ് 13 ഭാരതീയരായ നാവികർ കുടുങ്ങിക്കിടക്കുന്ന വിവരം ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ാണ് ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MV AMIR-1 എന്ന് പറയുന്ന കപ്പലിലെ 15 ജീവനക്കാരിൽ 13 പേരും ഭാരതീയരാണ്. ഈ 13 പേരും അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കപ്പലിന് തൊട്ടടുത്ത് ശക്തമായ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ചില സംവിധാനങ്ങൾ, അതായത് ഈ സീഫെയറേഴ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കപ്പൽ ജീവനക്കാരുമായി ബന്ധപ്പെട്ട ചില സംഘടനകളൊക്കെ അറിയിക്കുന്നത്. അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണം എന്നാണ് ഭാരത സർക്കാരിനോടും അതുപോലെ തന്നെ കപ്പലിൻ്റെ ഉടമസ്ഥ രാജ്യത്തോടും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സങ്കീർണമായ ഒരു അവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. AMIR-1 കപ്പലിന് തൊട്ടടുത്ത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്തൊക്കെ കറുത്ത പുക ഉയരുന്ന സാഹചര്യങ്ങൾ കാണാനുണ്ട്. അത് വലിയ രീതിയിലുള്ള ആക്രമണം ആ മേഖലയിൽ നടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 13 പേരിൽ 15 നാവികരാണ് കപ്പലിലുള്ളത്. അതിൽ 13 പേരും ഭാരതീയരാണ്. ഇവരുടെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളതെന്നും അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും ബന്ധപ്പെട്ട കപ്പൽ ജീവനക്കാരുടെ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ ഭാരത സർക്കാരിനോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, യുക്രൈനിൽ ഈ കരിങ്കടലിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് യുക്രൈൻ പ്രദേശത്തൊക്കെ ഉള്ള കപ്പലുകൾക്ക് നേരെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും AMIR-1 എന്ന കപ്പലിലെ ഭാരതീയരായ ജീവനക്കാരുള്ളത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമുള്ളൊരു വിഷയം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഭാരതത്തിൻ്റെ ഇടപെടൽ ശക്തമായ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ജീവന് ഭീഷണിയുള്ള പശ്ചാത്തലമുണ്ടെന്നും അടിയന്തര ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഉക്രൈനിൽ 13 ഭാരതീയരായ നാവികർ കുടുങ്ങിക്കിടക്കുന്നു. ഉക്രൈനിലെ തുറമുഖത്താണ് കപ്പൽ കുടുങ്ങിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.